Hello, welcome to our channel, The Wheel of Fortune 7 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് എന്താണ് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആയിരിക്കും, ജനറൽലെസ് റീഡിംഗ് ആയിരിക്കും, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആയിരിക്കും. നിങ്ങൾ ഏത് മൊമെൻറ്റിൽ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുന്നോ ആ ഒരു ടൈം മുതൽ നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റിലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ആ ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ ഒരു മൊമെൻറ്റിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളത്, അവരുടെ മനസ്സിൽ എന്താണ് ഈ ഒരു ബന്ധത്തെക്കുറിച്ച്, എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് ഈ ഒരു ടൈമിലുള്ളത്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. ജസ്റ്റിസിൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് കാർഡ് തന്നെ ജസ്റ്റിസ് ആണ്. 5 ഓഫ് സോർഡ്സ്. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ 2 സിറ്റുവേഷൻസ് ഉണ്ട്. ഈ ഒരു 2 സിറ്റുവേഷൻസിൽ ഇയാൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻസിൽ അതുപോലെ അത്രയും ബേർഡനിലായിരിക്കാം, ടെൻഷനിലായിരിക്കാം, അല്ലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലായിരിക്കാം. ഈ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നല്ലതെന്ന് എന്താണ് ചീത്തയെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നല്ലത് എന്താണെന്ന് അറിയാനിട്ട് പോലും ഈ ഒരു വ്യക്തിക്ക് അവിടേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ആരുടെയും കൺട്രോളിലായിരിക്കും. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ഹസ്ബൻഡിൻ്റെ കൺട്രോളിലാവാം, അല്ലെങ്കിൽ വൈഫിൻ്റെ കൺട്രോളിലാവാം, അല്ല അതർ പേഴ്സൻ്റെ കൺട്രോളിലാവാം. ഇവിടെ ഒരു കൺട്രോളിങ് എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു കൺട്രോളിങ് എനർജീസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ നിസ്സഹായ അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഈ ഒരു കാര്യം, ഈ ഒരു വ്യക്തി ഒരാളുടെ ഇൻഫ്ലുവൻസിലാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മറ്റൊരാളുടെ കൺട്രോളിലാണ് എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ, അത് നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തി ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവർ മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് വെക്കുന്നത് നമുക്ക് പറയാൻ ഒക്കെയല്ല. കാരണം മേ ബി ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു മൊമെന്റിൽ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ നമുക്ക് കുറേ ഇമോഷൻസ് നമ്മളുടെ ഉള്ളിലുണ്ട്, പക്ഷെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ശരിക്കും ഇവരെ നന്നായിട്ട് ആരൊക്കെയോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 11 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 11 കാണുന്നുണ്ടാവാം, അതല്ലെങ്കിൽ 111 കാണുന്നുണ്ടാവാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ 18 നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 10 ഏഞ്ചൽ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ എഗെയിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 29 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 28 നമ്പർ ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെയോ ബർത്ത് ഡേറ്റോ അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിരിക്കാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, ഏഞ്ചൽസ്, യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഈ ഒരു മൊമെൻറ്റിലുള്ള തോട്ട്സ് എന്താണ് അവർ വ്യൂവേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളത്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. 10 ഓഫ് സോർഡ്സ്. സി, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇവിടെ ആരുടെയും ഇൻഫ്ലുവൻസിലാണ്, ഈ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ബേസിലാണ് ഇവിടെ ഈ ഒരു കണക്ഷൻ എൻഡ് ആയിട്ടുള്ളത്. ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കണക്ഷൻ, അതായത് ഒരു കണക്ഷനെ നിർബന്ധിതമായിട്ട് എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഡ്രാമാറ്റിക് എൻഡിങ്സ്. ഈ ഒരു കണക്ഷൻ എൻഡ് ആവാനായിട്ടുള്ള ഒരു ഡ്രാമാറ്റിക് എൻഡിങ്സ്. ഐ തിങ്ക് നിങ്ങളുടെ കണക്ഷനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കാം. അവർ മേ ബി ഒരു കണക്ഷനെ എൻഡാക്കാനായിട്ട്, നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് കാണുന്നതെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി എന്താ പറയുക, ഇവരുടെ ഫാമിലിയിലുള്ള തലയ്ക്ക് മൂത്ത ആരോ ഒരാളുടെ കൺട്രോളിലാണുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ എനർജീസ് ഇവിടെ വന്നിട്ടുള്ളത്. ബട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, ശരിക്കും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും എല്ലാം നിങ്ങൾ വളരെ ജെനുവിനാണ്, ട്രൂ ആണ്, ലോയൽ ആണ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചെന്ന് ഇയാൾക്ക് അറിയാവുന്നിട്ട് പോലും ഈ ഒരു വ്യക്തിക്ക് ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളെ മാരി ചെയ്യാം എന്നൊക്കെ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ മാരി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ അണ്ടർ കൺട്രോളിലായിരിക്കാം ഒരു വ്യക്തിയുടെ, അവർ എഗ്രി ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളുമായിട്ടുള്ള ഒരു മാരേജിന് വേണ്ടിയിട്ട്. ഐ തിങ്ക് നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. അതായത് ചില സമയത്ത് ലൈക്ക് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റിൽ ഒത്തിരി അധികം നിങ്ങളുടെ പേഴ്സന്റെ സപ്പോർട്ട് ആവശ്യമാണ്. കാരണം നിങ്ങൾ ഇമോഷണലി ഏറ്റവും ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പം ആ ഒരു സമയത്ത് കൂടെ നിൽക്കാതെ നിങ്ങളെ ബാക്കിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് ഈ ഒരു വ്യക്തി പോയിട്ടുള്ള ഒരു എനർജി ഉണ്ടല്ലോ. ഈ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് നല്ലതായിട്ടൊരു റിഗ്രഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ഇനി വരുമ്പോഴേക്കും ഞാൻ എങ്ങനെ ആ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കും, അല്ലെങ്കിൽ ഇനി ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പോലും ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി, നിങ്ങൾ ഇനി അവരെ പഴയതുപോലെ ജെനുവിൻ ആയിട്ടുള്ള ഒരു എനർജിയിൽ സ്നേഹിക്കുമോ, ആ ഒരു നിങ്ങൾ നേരത്തെ ഇവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു സ്പേസ് ഇവർക്ക് നിങ്ങൾ എഗെയിൻ കൊടുക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നല്ല രീതിക്കുണ്ട്. നമുക്കത് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട്. ചിലർക്കൊക്കെ, എല്ലാവർക്കും ഒന്നും അല്ല കേട്ടോ. പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. ഓക്കെ, സ്ട്രെങ്ത്. ഇവിടെ സ്ട്രെങ്തിന്റെ ഞാൻ പറഞ്ഞില്ലേ, ആരുടെ ഇൻഫ്ലുവൻസിലാണുള്ളത്. എങ്കിലും നമുക്കത് നമുക്കിവിടെ ക്ലാരിറ്റി ഉണ്ട് അതിനെ കുറിച്ചിട്ട്. ഈ 2 കാർഡ് നമുക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു എനർജിയിൽ. ക്യൂൻ ഓഫ് കോയിൻസിന്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വ്യക്തി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവർ ആരുടെ ഇൻഫ്ലുവൻസിലാണ്. ഇവർക്ക് അവിടെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം ഉണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു എനർജി മേ ബി നിങ്ങളുടെ മുന്നിൽ വലിയൊരു എംബ്രർ എനർജിയിലായിരിക്കാം. പക്ഷേ ഇവരുടെ ഫാമിലിയിലോ തലയ്ക്ക് മൂത്തിട്ടുള്ളവരുടെ ആ ഒരു എനർജി, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിലായിട്ടുള്ളവരുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് ഇവർക്ക് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ഒരു നോ പറയാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതേ കേൾക്കാവുള്ളൂ എന്നുള്ളൊരു എനർജിയിൽ ഇവർക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഫീൽ ചെയ്യുന്നുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ മേ ബി റെഡ് ആയിരിക്കാം. റെഡ് കളർ, അല്ലെങ്കിൽ വൈറ്റ് കളർ, അല്ലെങ്കിൽ ഗ്രീൻ കളറൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളവരായിരിക്കാം. ലൈക്ക് ആ ഒരു എനർജിയിലുള്ള ഡ്രസ്സുകളൊക്കെ ആയിരിക്കാം നിങ്ങൾ ധരിച്ചിട്ടുള്ളത്. ഐ ഡോണ്ട് നോ, എനിക്ക് ചാനലിന്റെ മെസ്സേജസ് ആണ്. മേ ബി അത് അങ്ങനെയുള്ള കളറിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരിക്കാം നിങ്ങൾ റീഡിങ് കാണുന്നുള്ളത്. ഇവിടെ ഒരു റെഡ് കളർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് സംതിങ് ഈസ് കണക്റ്റഡ് ടു റെഡ്. ഈ ഒരു റെഡ് കളർ മീൻസ് ലൈക്ക് പാഷനെ കാണിക്കുന്നുള്ളത്. നിങ്ങൾ ഒത്തിരി അധികം ഈ ഒരു വ്യക്തിയായിട്ടുള്ളൊരു മാരേജ് ലൈഫ് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ അത് നടന്നിട്ടില്ല, അല്ലെങ്കിൽ നടക്കാനായിട്ട് ഇവരുടെ ഫാമിലിയിലുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ അതർ പേഴ്സൺ ആയിക്കോട്ടെ, അതർ ഇൻഫ്ലുവൻസസ് ആയിക്കോട്ടെ, എന്തോ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്നതിന് ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്. ആ ഒരു എനർജീസ് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ഇവിടെ. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നത്, പക്ഷേ എങ്കിൽ സ്റ്റെബിലിറ്റി ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും, സ്റ്റെബിലിറ്റി മീൻസ് സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കമ്മിറ്റ്മെന്റ് ആയിരിക്കും ആഗ്രഹിക്കുന്നുള്ളത്. പക്ഷെ ഇവിടെ സിംഗിൾസ് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലൈഫ് ലോങ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവര് വന്നും പോയി നിൽക്കുന്ന ഒരു എനർജിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഇമോഷണലി ഒരു ലോസ് ആയിരിക്കും ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ ഒരു വ്യക്തി നിൽക്കാതെ സ്റ്റേബിൾ ആയിട്ട് ഇവരുടെ ട്രൂ ഫീലിങ്സ്, ട്രൂ ഇന്റൻഷൻസ് ഒക്കെ കാണിച്ച് നിങ്ങളുടെ അടുത്ത് നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളത് ഈ ഒരു ടൈമിൽ. പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്, ഡിവൈൻ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് യു റെസ്പെക്ട് മൈ ഫാമിലിയുടെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ ഇവരുടെ ഫാമിലി ഒത്തിരി അധികം റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാമിലി പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ആയിരിക്കും ഒരു വ്യക്തിയോട് പറഞ്ഞത് നിങ്ങളുടെ ഫാമിലി വേറെ മാരേജിനൊക്കെ നിങ്ങളെ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ മാരേജ് ചെയ്തോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞു വിട്ടിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരും മാരിഡ് ആണ്, ബട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവും ഈ മാരേജ് ചെയ്ത് പൊയ്ക്കോ എന്നുള്ളൊരു എനർജി നിങ്ങൾ ഈ ഒരു പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവും.
പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ ഓരോ ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ആവുന്ന ടൈമിലും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒത്തിരി അധികം, നമ്മൾ പിള്ളേരെയൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ ചിരിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ വഴക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവരെ പാമ്പർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. സോ യു പാമ്പർ മീ ലൈക്ക് യുവർ ബേബി എന്നുള്ളൊരു എനർജീസ് ആണ്, ഒരു മെസ്സേജ് ആണ് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വളരെയധികം ഫോർഗീവിങ് ആണെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത്. ഈ ഒരു വ്യക്തി ചെയ്തിട്ടുള്ള എല്ലാ മിസ്റ്റേക്സും നിങ്ങൾ ഇവരോട് ഫോർഗീവ് ചെയ്തിട്ടുണ്ടാവാം പലപ്പോഴും. യു മേക്ക് മീ ഫീൽ എലൈവ്. സി, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇവരുടെ ഫാമിലിയിൽ ഒത്തിരി അധികം ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത ടൈമിലായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ അവരുടെ അവരുമായിട്ട് സംസാരിച്ച് നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നിങ്ങൾക്ക് തന്നെ റിയലൈസ് ആയിട്ടുണ്ടാവാം ലൈക്ക് ഇവർക്ക് ഫാമിലി ഉണ്ടല്ലോ എന്നുള്ളൊരു എനർജി നിങ്ങൾക്ക് റിയലൈസ് ആയിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു ടൈമിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം ഫാമിലി ഉണ്ടെങ്കിൽ തന്നെ എന്താ, നമുക്ക് രണ്ട് ഫാമിലിക്ക് ഇഷ്യൂസ് ഇല്ലാത്ത രീതിക്ക് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്ത്സ് അഗെയിൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ ഇമ്പോർട്ടൻ്റ് ആണ്, ഫെബ്രുവരി ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, 10 ഏഞ്ചൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. അഗെയിൻ ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളത്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, ഏഞ്ചൽസ്, യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കണ്ടീഷനിങ്. ഇവിടെ നമുക്ക് കാർഡ് വന്നിട്ടുള്ളത് കണ്ടീഷനിങ്ങിൻ്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു എനർജീസ് പറയുന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ലവേഴ്സിൻ്റെ കാർഡ് ബോട്ടംസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വാല്യൂ മനസ്സിലാക്കാതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ സ്റ്റക്ക് ആയിട്ടുള്ളത്. ഇവരിത് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻഷിപ്പ് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഒരു വ്യക്തി ആരുടെ കൺട്രോളിലാണോ ഉള്ളത് ആ ഒരു വ്യക്തി നല്ല രീതിക്ക് ഇവരെ നന്നായിട്ട് കൺട്രോളിൽ വെച്ചിട്ടുണ്ട്. ഇവരുടെ ഓരോ ക്യാരക്ടറും നമുക്കെല്ലാവർക്കും ഓരോരോ ഇതുണ്ടാവുമല്ലോ, ലൈക്ക് വീക്ക്നെസ് ഉണ്ടാവുമല്ലോ, ആ ഒരു എനർജി ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു വ്യക്തിക്ക് അറിയാം. ആ ഒരു എനർജിയിലൊക്കെ പിടിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ ഈ ഒരു വ്യക്തി കൺട്രോളിലാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ള ഒരു എനർജിയാണ്. ശരിക്കും ഒരു നിസ്സഹായ അവസ്ഥ എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു ടൈമിൽ കാണുന്നുള്ളത്. ഒരിക്കലും നിങ്ങളെ പറ്റിച്ചിട്ട് പോയി എന്നുള്ളൊരു എനർജി ഒന്നും നമുക്കിവിടെ കാണാനില്ല. പലപ്പോഴും സിറ്റുവേഷൻസ് ആണല്ലോ ക്രിയേറ്റ് ആവുന്നുള്ളത് എന്ന് പറഞ്ഞുകൊള്ളത്തെ എനർജീസാണ്. മൈൻഡിൻ്റെ എനർജീസാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. എഗെയിൻ പിന്നെ വന്നിട്ടുള്ളൊരു കാർഡിൻ്റെ എനർജീസ് കംപ്ലീഷനാണ്. നിങ്ങളിലൂടെയാണ് ഈ ഒരു വ്യക്തി ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നതെന്നാണ് ഈ ഒരു മൊമെൻറ്റിൽ ഇവർക്ക് റിയലൈസ് ആയിട്ടുള്ളത്. ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നീയും ഞാനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, നീ എനിക്ക് തന്നിട്ടുള്ള ആ ഒരു ലവ്, ആ ഒരു കെയർ, ആ ഒരു എനർജി, അതിലാണ് എനിക്ക് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ ഞാൻ വളരെയധികം ഡൗൺ ആണ്, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻസ്. ഓൾറെഡി നിങ്ങൾക്കറിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നൊരു എനർജി ആയിരിക്കും എന്ന്. ഇപ്പോൾ ഒരു ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തി ഓവർ തിങ്ക് ചെയ്ത് അത് ഊതിപ്പിടിപ്പിച്ച് വലിയൊരു പ്രശ്നമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ടാവാം. പലപ്പോഴും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ കണക്ഷനിൽ ഒത്തിരിയധികം ഇഷ്യൂസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവാം എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല. എപ്പോഴും എല്ലാത്തിലും എന്തൊരു കണക്ഷൻ ആണെങ്കിലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാകുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ എനർജീസ് ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു കണക്ഷനിൽ. ഇവിടെ നമുക്ക് എഗെയിൻ ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ 36 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെ ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്കൊന്ന് 30+ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ. ഇവിടെ ഫൈറ്റിങ്ങിൻ്റെ എനർജീസ് ആണ്. ഫൈറ്റിങ്ങിൻ്റെ എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ആണെന്നല്ല, ഇവിടെ ഈ ഒരു വ്യക്തി ഒത്തിരിയധികം മെൻ്റൽ കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജസ് ആണ് ഫൈറ്റിങ്ങിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഇവരുടെ മനസ്സ് പറയുന്നു ഇവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണമെന്ന്, പക്ഷേ മൈൻഡ് പറയുന്നു നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാനായിട്ട്. മൈൻഡ് ചിന്തിക്കുന്ന ടൈമിൽ ഇവർക്ക് ശരിക്കും ഒരു ക്ലാരിറ്റി ഇല്ല, എങ്ങനെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവും, എങ്ങനെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓക്കെ ആക്കും, എങ്ങനെ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. മേ ബി നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ഇവിടെ ഈ ഒരു കണക്ഷനിൽ. അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളിപ്പം ഈ ഒരു വ്യക്തിയെ വളരെ റോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ചിന്തിച്ച് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു എനർജി ആയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ചിന്തിച്ച് വെച്ചിട്ടുള്ളത്. ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് റിയലൈസ് ആവുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. പക്ഷേ ഇവർക്ക് ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ ലൈക്ക് അവർ വിശ്വസിക്കാതിരിക്കുന്ന ഒരു എനർജീസ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡൗട്ട് അടിക്കുന്ന ഒരു എനർജീസ് ഉണ്ടല്ലോ. സോ ആ ഒരു എനർജി ഉദ്ദേശിച്ചിട്ടോ
അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും എന്നുള്ളൊരു എനർജി ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, ട്രസ്റ്റ് ഇഷ്യൂസ്. ട്രസ്റ്റ് ഇഷ്യൂസിൻ്റെ എനർജീസ് മേ ബി നിങ്ങളുടെ കണക്ഷനിൽ ഉണ്ടാകും. അത് മാത്രമല്ല, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിക്കുള്ള ഒരു ഗ്രോത്ത് ഒന്നും ഈ ഒരു കണക്ഷനിൽ ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഈ ഒരു കണക്ഷൻ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ എപ്പോഴും ഇപ്പം ഈ ഒരു റീസെൻ്റ് ആയിട്ട് എൻഡായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ പോലും എനിക്ക് തോന്നുന്നു ഒത്തിരിയധികം ഹാർഡ്ഷിപ്പിലൂടെ ആയിരിക്കും ഈ ഒരു കണക്ഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇനിയും സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണും അറിയാം, നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. ശരിക്കും ഇവിടെ ഒരു ലൈക്ക് ഈ ഒരു ഫ്ലവർ ഇത്രയ്ക്കും ഒരു ഹാർഡായിട്ടുള്ള ഒരു 2-3 സ്റ്റോണിൻ്റെ ഇടയിലും ഇങ്ങനെ എന്താ കിളുത്ത അതിലൊരു ഫ്ലവർ ഉണ്ടാവുന്നത് ഒത്തിരി സ്ട്രഗിളാണ് എന്ന് പറഞ്ഞോൾ. ഈ ഒരു കണക്ഷനിൽ ഇത്രയും ടഫ് ആൻഡ് റഫ് സിറ്റുവേഷൻസ് ഉള്ള ടൈമിൽ ഇതിലൊരു ഒരു ഫ്ലവറിങ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് പാടാണെന്നുള്ളൊരു എനർജി തന്നെയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഒരു ചിന്ത ഈ ഒരു നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്, അത് തന്നെ ഈ ഒരു വ്യക്തിക്കും ഉണ്ട്. അതാണ് ഈ ഒരു വ്യക്തിയെ ബാക്കിലേക്ക് വലിക്കുന്നതെന്ന് ഉള്ളൊരു എനർജിയെ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കാർഡ്സിൽ നിന്നൊക്കെ. പക്ഷേ ഇവരായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ ഇവർക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ പറയില്ല ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാം ഉണ്ടായിട്ട് പോലും ഒരു സുഖമില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, ആ ഒരവസ്ഥയിൽ കൂടി ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ഈ ഒരു ടൈമിൽ. യെസ്. ലോൺലിനെസ് എൻ്റെ എനർജീസ് ആണ്. ലൈക്ക് ഇവിടെ ഭയങ്കരമായിട്ടും ഈ ഒരു വ്യക്തിക്കൊരു ഒറ്റപ്പെട്ടിട്ടുള്ളൊരു എനർജീസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാസ്റ്റ് ലൈഫ്സിൻ്റെ എനർജീസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പാസ്റ്റ് ലൈഫ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയായിട്ടുള്ളൊരു കണക്ഷൻ. എഗെയിൻ നിങ്ങൾ ഈ ഒരു ബർത്തിൽ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുണ്ടാവാം ഫോർ സം റീസൺസ്. സോ അതിൻ്റെ ആ ഒരു ഇഷ്യൂസ് ആയിരിക്കാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. പക്ഷേ ഇവിടെ കുറച്ച് പേർക്കെന്നല്ല ഭൂരിഭാഗം പേർക്കും എനിക്ക് തോന്നുന്നു നമ്മളുടെ ലൈഫിൽ നമുക്കൊരു കർമാസ് ഉണ്ടല്ലോ, ആ കർമാസ് ആയിരിക്കും ഇപ്പോൾ ഇവർ നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലായ്മ, അല്ലെങ്കിൽ ഇവിടെ ഒരു ആ ഒരു എനർജി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയുടെ ഫാമിലി, അതിപ്പോൾ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഇവിടെ ആ ഒരു ഫാമിലി ഒരു കാർമിക്കിൻ്റെ എനർജി ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അവർ കാർമിക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ ഇത്രമാത്രം ആ ഒരു ഫാമിലിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു എനർജീസാണ്. അത് നിങ്ങൾ ആദ്യം ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം എന്തോ ഒരു മുജ്ജന്മ ബന്ധമുണ്ട് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഐ തിങ്ക് അങ്ങനത്തെ ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു മുജ്ജന്മ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെ രണ്ടുപേരെയും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട്, എന്തോ ഒരു ബോണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്തോ സംതിങ് ഞങ്ങളെ രണ്ടുപേരെയും സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ആക്കി വെക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജി ഉണ്ട് ഇവിടെ. യെസ്. ഓക്കെ, ആ ഒരു എനർജീസ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജീസ്, അതിപ്പം ഓൾറെഡി ഞാനിപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയിൽ ഇഷ്യൂസ് നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ ഇപ്പം നമ്മൾ റീഡിങ്ങിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം ഫാമിലിയിൽ ഒത്തിരിയധികം ഇഷ്യൂസ് ഉണ്ട്, ഇതുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഇതാണ് മെയിനായിട്ട് ഇവരുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി അധികമൊന്നും അങ്ങനെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഒരു കാര്യങ്ങൾ നിങ്ങളോട് പോലും ആദ്യമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ ഒരു വ്യക്തി ഒന്നും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾക്കും ഭയങ്കരമായിട്ടും കൺഫ്യൂഷൻ, ഇയാൾ എന്നെ തേച്ചൊട്ടിക്കുകയാണോ, അല്ലെങ്കിൽ മൈൻഡ് ഗെയിംസ് കളിക്കുകയാണോ, എന്നെ യൂസ് ചെയ്യുകയാണോ, അബ്യൂസ് ചെയ്യുകയാണോ എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഉണ്ടാവാം. ഓക്കെ, നോക്കാം നമുക്ക് ഈ ഒരു കണക്ഷനിൽ മുന്നോട്ടേക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഫ്യൂച്ചർ എന്താണ് ഈ ഒരു കണക്ഷൻ്റെ? പ്ലീസ് ഗൈഡ് മീ. ഫ്യൂച്ചർ എനർജീസ് പ്ലീസ്. ഇൻ ഫ്യൂച്ചറിൽ എന്ത് ചേഞ്ചസ് ആയിരിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ ഏഞ്ചൽസ്. ഇൻ ഫ്യൂച്ചറിൽ എന്ത് ചേഞ്ചസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്? സ്കോർപ്പിയോ എനർജീസ് ആണ്. യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്
ന്യൂ മൂൺ ഇൻ കാപ്രിക്കോൺ ആൻഡ് ലക്ക് ഈസ് ഓൺ യുവർ സൈഡ്. ഓക്കെ, ലക്ക് ഈസ് ഓൺ യുവർ സൈഡ് എന്നുള്ളൊരു കാർഡാണ് നമുക്കിവിടെ ബോട്ടംസിൻ്റെ എനർജീസ് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ വന്നിട്ടുള്ള ഒരു കാർഡ്സിലുള്ള ഒരു എനർജീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒത്തിരിയധികം മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ട്രൈ ചെയ്തിട്ടുണ്ടാവും, ലോ ഓഫ് അട്രാക്ഷൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും സ്പെൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു നിങ്ങൾ ചെയ്തിട്ടുള്ള എന്താണോ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ കിട്ടും എന്നുള്ളൊരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ആ ഒരു ലക്കുണ്ടല്ലോ, അത് നിങ്ങളുടെ ഫേവറിൽ വരും. നിങ്ങൾ എന്താണോ ഇപ്പോൾ മേ ബി ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു കാർമിക് സൈക്കിളായിരിക്കാം നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് ഈ ഒരു വ്യക്തിയായിട്ട്. പക്ഷേ എപ്പോഴും ഈ ഒരു കാർമിക് സൈക്കിൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവില്ല. ഇവിടെ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിങ്ങളുടെ ഫേവറിൽ ഈ ഒരു ലക്ക് വരും. ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ, ഈ ഒരു വീൽ ടേൺ ചെയ്ത് നിങ്ങളുടെ ഫേവറിൽ വരുന്നുണ്ടാവും. സോ ഇതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു എനർജിയാണ്. യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീയിങ് ടെസ്റ്റഡ്. സോ നിങ്ങളുടെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് അത് ടെസ്റ്റ് ചെയ്യുകയാണ് യൂണിവേഴ്സ് എന്നുള്ള ഒരു എനർജീസാണ്. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് പോകുന്നുണ്ടോ, അതോ എഗെയിൻ നിങ്ങൾ ഇവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു എനർജീസ് അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിവേഴ്സ് ഇത്രയും നിങ്ങളെ ഒരു ഹാർഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് കുറേ സ്പിരിച്വൽ ലെസൺസ് ലേൺ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, സ്പിരിച്വൽ ലെസൺസ് ലേൺ ചെയ്യാനുണ്ട്. അതും യൂണിവേഴ്സ് നിങ്ങൾ ലേൺ ചെയ്യുന്നോടെ വരെ യൂണിവേഴ്സ് ഈ ഒരു രീതിക്ക് നിങ്ങൾ ഈ ഒരു സെയിം സർക്കിളിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. ആ ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ഇതിലൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഇവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ സംതിങ് ഞങ്ങൾ രണ്ടുപേരെ എന്തോ ഒരു ബോണ്ട് കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇത്രയും ഒബ്സ്റ്റിക്കിൾസ് ഉള്ള ആ ഒരു ടൈമിലും എന്നുള്ളൊരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്കുണ്ട്. നിങ്ങളോട് വളരെ ഡീപ്പായിട്ടും ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് ഇമോഷൻസ് ഈ ഒരു വ്യക്തിക്കുണ്ട്. പക്ഷേ ഇവർ നിങ്ങളോട് ഇത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. കാണിക്കുന്നത് വളരെ റൂഡായിട്ടായിരിക്കും. ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു എനർജി ആയിരിക്കും. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് ഇയാൾ വളരെയധികം നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ഇവർക്ക് ഹേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജീസാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻസ് മാത്രം തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടാവുള്ളൂ. സോ അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.